നമസ്കാരം. എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘമലയിലാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോയ മണലാറിൻ്റെയും മഹാരാജമേടിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മേഘമല പോലെ തന്നെയാണ് മഹാരാജമേട്ടിലേക്കുള്ള യാത്രയും. എവിടോട്ട് നോക്കിയാലും അതിമനോഹരമായ ഫ്രെയിമുകളാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏകദേശം അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ മണലാറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മണലാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇത്. മണലാറിൻ്റെ കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണലാർ ടീ എസ്റ്റേറ്റും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ മണലാറ്റിൽ വെള്ളം കുറവാണ് എന്നതൊഴിച്ചാൽ കാഴ്ചകൾക്ക് യാതൊരു കുറവുമില്ല. അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വരുന്നവർക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മണലാർ വ്യൂ പോയിന്റിൻ്റെ അവിടെയാണ്. തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറിയുമൊക്കെയായി മനോഹരമായ ഒരു കാഴ്ചയാണ് മണലാർ. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സമയം കൂടിയാണ്. വേനൽക്കാലമായിരുന്നിട്ട് കൂടിയും ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അക്കരെ എത്തിയിട്ട് വേണം നമുക്ക് മഹാരാജമേട്ടിലേക്ക് പോകാൻ. മണലാർ എസ്റ്റേറ്റിലേക്ക് കുറച്ചു നാളായി സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മഹാരാജമേട്ടിലേക്ക് തിരിച്ചു. മഹാരാജമേട്ടിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. തൊട്ടു ബാക്കിൽ റൈറ്റ് സൈഡിൽ കടന്നുപോയത് ഒരു തേയില ഫാക്ടറിയാണ്. ഇവിടെ ഇതുപോലെ ധാരാളം തേയില ഫാക്ടറികളുണ്ട്. ഇവിടേക്കൊന്നും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മേഘമല സഞ്ചാര സൗഹൃദമല്ലെന്ന് പറയുന്നത്. മണലാറിൽ നിന്നും മഹാരാജമേട്ടിലേക്കുള്ള യാത്രയിൽ മണലാർ വ്യൂ പോയിന്റും മണലാർ ബ്രിഡ്ജും കണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് മുന്നിലേക്കെത്തുന്നത്. എങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടങ്ങളും പച്ചപ്പും. മൂന്നാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മേഘമലയ്ക്ക് വശ്യമനോഹാരിത കൂടുതലാണ്. തേയിലക്കന്നുകളുടെ നടുവിലൂടെ വാഹനങ്ങൾ മഹാരാജമേട് ലക്ഷ്യമാക്കി പായുന്നു. ഇവിടെ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളും മഹാരാജമേട് ലക്ഷ്യമാക്കി നടന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേഘമലയ്ക്കടുത്തുള്ള മഹാരാജമേട്. വരൂ, നമുക്ക് മഹാരാജമേടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ട് മുകളിലേക്ക് എത്താൻ, അതായത് മഹാരാജമേടിൻ്റെ നെറുകയിലേക്ക് എത്താൻ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടുന്ന് ഒരാൾക്ക് 25 രൂപ വെച്ച് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ മഹാരാജമേടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാനാകൂ. മഹാരാജമേടിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഈ ഭംഗി ആസ്വദിച്ച് തന്നെ അറിയണം. ഇതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായൊരു പ്രദേശമാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ആളൊന്നിന് 25 രൂപ നിരക്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് മഹാരാജമേടിൻ്റെ മുകളിലേക്ക് നടക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മഹാരാജമേടിനെ വ്യത്യസ്തനാക്കുന്നത് ഒരൊറ്റ ഫ്രെയിമിൽ മുല്ലപ്പെരിയാർ ഡാമും തേക്കടിയും കുമളിയും കമ്പം തേനി രാമക്കൽമേടും കോയമ്പത്തൂരിൻ്റെ വിവിധ ഭാഗങ്ങളും ഇവിടെ നിന്നാൽ കാണാനാകും എന്നതാണ്. തൊട്ടുമുകളിലായി മേഘങ്ങൾ മുട്ടിയൊരുമി പോകുന്ന കാഴ്ചയും മനോഹരമാണ്. ഇത്രയും സ്ഥലങ്ങൾ ഒരൊറ്റ ഫ്രെയിമിൽ കേരളത്തിൽ എവിടെ നിന്നും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. സൗന്ദര്യം കൊണ്ട് മൂന്നാറിനെ തോപ്പിക്കുന്ന അഴകുള്ള തമിഴത്തിയാണ് മേഘമല. മേഘങ്ങൾ മുട്ടിയൊരുമി പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് മേഘമല എന്ന പേര് വന്നത്. ഏത് സമയവും മഴ പെയ്യാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മഹാരാജമേട്ടിലേത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ മറയുന്നുണ്ട് താനും. സമയം ഏകദേശം 4 മണിയോടടുക്കുന്നു. മഹാരാജമേട്ടിലേക്ക് എത്തിപ്പെട്ട സഞ്ചാരികളെല്ലാം തിരികെ പോകാൻ ഒരുങ്ങുന്നു. ഞങ്ങൾക്കും തിരികെ പോകാൻ സമയമായി. എന്നിരുന്നാലും കുറച്ചുകൂടി കാഴ്ചകൾ കണ്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് മാനത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് കണ്ടത്. പിന്നെയും അവിടെ നിന്നാൽ മഴ പെയ്യുമോ എന്നൊരു ആശങ്ക. മഴ പെയ്താൽ അവിടെ കയറി നിൽക്കാൻ ഒരു ഇടം പോലുമില്ല. അങ്ങനെ മഹാരാജമേടിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ അടുത്ത് കണ്ട ഒരു കുന്നിൻ ചരിവിലേക്ക് കയറി. മാനത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാഴ്ചകൾ കണ്ട് അവസാനിപ്പിച്ച് മലയിറങ്ങാം. ബാക്കിൽ കാണുന്നതാണ് മഹാരാജമേട്ടിൽ നിന്നുള്ള കാഴ്ചകൾ. മേഘമലയും മേഘമലയിലേക്ക് വരുന്ന വഴികളായാലും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ്.
ഇത് മഹാരാജാമേടിൻ്റെ മറ്റൊരു പ്രദേശത്തു നിന്നുള്ള കാഴ്ചയാണ്, വേറെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. അങ്ങ് ദൂരെയായി കാണുന്നത് മണലാർ ടീ എസ്റ്റേറ്റ് ആണ്. അവിടേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനവുമില്ല. എസ്റ്റേറ്റിനോട് ചുറ്റും മേഘമലൈ ടൈഗർ റിസർവാണ്. അങ്ങ് ദൂരെയായി, എത്രമാത്രം ക്ലിയർ ആവുമെന്നറിയില്ല, അങ്ങ് ദൂരെയായി കാണുന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. മറ്റൊരു കാഴ്ച, ഈ കുന്നിൻ മുകളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആരാധന ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. നിലംപൊത്താറായ അവസ്ഥയിലാണ് ഈ ക്ഷേത്രം. ഇതിനോട് ചേർന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനുമുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന സഹ്യൻ്റെ മലമടക്കുകളാണ് കാണാൻ സാധിക്കുക. മേഘങ്ങൾ മുട്ടിയില്ല എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തെ മേഘമല എന്ന് പറയുന്നതും. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്തായി മറ്റൊരു കാഴ്ചയുണ്ട്, ഇരവങ്കളാർ ഡാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് ഇരവങ്കളാർ ഡാം. സഞ്ചാരികളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. മേഘമലയിൽ അനേകം വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. സുരളി വാട്ടർഫാൾസ്. വേനൽക്കാലമായതിനാൽ ഇവയിലൊന്നും വെള്ളമില്ലാത്തത് മൂലം അങ്ങോട്ടും പോകാൻ കഴിഞ്ഞില്ല. മഴമേഘങ്ങളൊക്കെ മാറി മഹാരാജമേട് കൂടുതൽ സുന്ദരനായി. കാഴ്ചകൾ ഒന്നുകൂടെ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി കുറച്ചുനേരം അവിടെ നിന്ന് ആ മനോഹാരിത ആസ്വദിച്ച് ഞങ്ങൾ തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മേഘമലയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ. മഹാരാജമേടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് ഞങ്ങൾ മേഘമലയുടെ അടിവാരത്തിലേക്ക് തിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 46 കിലോമീറ്റർ ഉണ്ട് അടിവാരത്തെത്താൻ. അടിവാരത്തെത്തിയ ശേഷം ടോക്കണൊക്കെ ക്ലിയർ ചെയ്ത് വേണം ഞങ്ങൾക്ക് ചിന്നമന്നൂരിലേക്കും അവിടുന്ന് നാട്ടിലേക്കും തിരിക്കാൻ.